ആയി ഫ്രണ്ട്സ് അമ്മര് കുപ്പിവെച്ചൊരു ഉണ്ണിക്കണ്ണനാണ് ചെയ്യണേ. എല്ലാരും കണ്ടവർ സപ്പോർട്ട് ചെയ്യണേ. ആയി ഫ്രണ്ട്സ് ഇതൊരു കളർ വെച്ചാണ് അമ്മ ചെയ്യുന്നേ. അത് ഒട്ടിച്ചും കളറിട്ടാണ് ചെയ്യണേ. വരച്ചും കളറിട്ടാണ് ചെയ്യണേ. എല്ലാവരും കണ്ടവർ സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. ഫ്രണ്ട്സ് മോൻ ഏതായാലും ഓൾറെഡി ഇൻട്രഡക്ഷൻ പറഞ്ഞു കഴിഞ്ഞ് ഇതെന്ന് വെച്ചാൽ നമ്മൾ ബോട്ടിൽ ആർട്ടാണ്. അവന് കുറച്ച് സ്പേസ് കൊടുക്കാറുണ്ട്. പറയണമെന്ന് പറയുമ്പോൾ കുറച്ച് സ്പേസ് അവന് കൊടുക്കാറുണ്ട്. ഇപ്പോൾ അവ അത് കണ്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇൻട്രഡക്ഷൻ പറയുന്നത്. അതിലൊരുപാട് സന്തോഷം എനിക്ക് തോന്നാറുണ്ട്. ഇനിയിപ്പം വീഡിയോയിലോട്ട് പോകാം. ഇതെന്ന് വെച്ചാൽ ബോട്ടിൽ ആർട്ടാണ്. ഇത് സെക്കൻഡ് ടൈമാണ് ഞാൻ ഈ ഔട്ട്ലൈൻസ് വരച്ച് ഷെയ്ഡ് ഇടുന്നത്. ഇത് കുഞ്ഞു ഉണ്ണിക്കണ്ണനെയാണ് വരയ്ക്കാൻ. ഇത് അഷ്ടമി രോഹിണിയോട് അനുബന്ധിച്ച് വരച്ചൊരു ഉണ്ണിക്കണ്ണനാണ്. അപ്പം അതിനാദ്യമേ ഞാൻ സ്കെച്ച് കൊണ്ടാണ് ഔട്ട്ലൈൻ ക്രിയേറ്റ് ചെയ്തത്. ആ ഒരു ഔട്ട്ലൈനിൻ്റെ മേലിൽ കൂടെ എവിടെയൊക്കെയാണോ ലൈറ്റ് ബ്ലൂ നമ്മൾ യൂസ് ചെയ്യേണ്ടത് അവിടെയെല്ലാം ആ ഒരു ലൈറ്റ് ബ്ലൂ ഫില്ല് ചെയ്യാണ്. ഈ ഒരു ലൈറ്റ് ബ്ലൂവിന് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നണമെങ്കിൽ ആദ്യമേ വൈറ്റ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി അത്രയും സമയം ഞാനിത് രാത്രി സമയങ്ങളിലാണ് ഇരുന്ന് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പം അത് അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ ആദ്യമേ നമ്മൾ എവിടെയൊക്കെയാണോ കളർ ഇടാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ആദ്യമേ വൈറ്റ് ഇട്ടിട്ട് വളരെ സാവകാശം വേണം ഓരോ കളറും ഈ ഒരു ഗ്ലാസ്സിൽ ചെയ്യാനായിട്ട്. കാരണം ചെറുതായിട്ടിത് സ്ലിപ്പാവും. അപ്പോൾ അതനുസരിച്ച് ഗ്ലാസ്സിൽ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പം ലൈറ്റ് ബ്ലൂ എവിടെയൊക്കെയാണോ അവിടെയെല്ലാം ഞാൻ ലൈറ്റ് ബ്ലൂ ഇട്ട് ഫില്ല് ചെയ്യുകയാണ്. അപ്പം ഇത് ഒരു പ്രാവശ്യമല്ല, ഒരു 2 പ്രാവശ്യം നമുക്ക് ഇതിൽ കളർ ഡബിൾ കളർ ഒന്നും കൂടി കൊടുക്കാം. പിന്നെയെന്ന് വെച്ചാൽ അക്ലി കളർ ആയതുകൊണ്ട് സൂപ്പർ കളറാണ്. നമ്മൾ ചെയ്യുന്നതനുസരിച്ച് അത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ 2ഓ 3ഓ പ്രാവശ്യം അതിൽ വീണ്ടും കളർ ചെയ്ത് ഒന്നും കൂടി അത് നല്ല പെർഫെക്ഷനോടുകൂടി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഒരു കാര്യമുണ്ട് ഈ അക്ലി കളറിന്. കണ്ടില്ലേ, അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബ്ലൂ കളർ കൊടുത്ത് കഴിഞ്ഞിട്ട് ഓരോ നമ്മൾ എവിടെയൊക്കെയാണോ ഓരോ കളറ്. ഇത് വെണ്ണ കഴിക്കുന്ന ഉണ്ണിക്കണ്ണനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കൃഷ്ണ എന്ന് പറയുന്നത് തന്നെ ഉണ്ണിക്കണ്ണനെ പ്രത്യേകിച്ച് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് കുറേ ഗ്രീറ്റിങ്സുകൾ ഇതേ സെയിം ഫിഗറുള്ള ഒരുപാട് ഗ്രീറ്റിങ്സുകൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും ഇഷ്ടമുള്ളൊരു എന്താ പറയുന്നത് എൻ്റെ ഉണ്ണിക്കണ്ണൻ എന്ന് പറയുന്ന ഒരുപാട് ഇഷ്ടമുള്ള ഒരു ദേവനാണ്. ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത്രയും നമ്മുടെ ആ ഒരു മനസ്സിൽ തട്ടി നമ്മൾ ചെയ്യുമ്പോൾ അത്രയും പെർഫെക്റ്റോടുകൂടി നമുക്കത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പം വരയ്ക്കാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പിക്ചർ എടുത്ത് അത് ട്രേസ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും നമുക്കത്. ഇനിയിപ്പം കണ്ടില്ലേ, ആ ഒരു ബ്ലൂ കളർ എവിടെയൊക്കെയാണോ ആ ഒരു കാലിനും കൈക്കും ആ ഒരു ബോഡിക്കും ബ്ലൂ കളർ ഇട്ട് കഴിഞ്ഞ് അതിനുശേഷം എവിടെയാണോ ബ്ലാക്ക് ഇടേണ്ടത് ആ ഒരു ബ്ലാക്കും ഇട്ട് കഴിഞ്ഞ് ആ കണ്ണിനും അതുപോലെ ചെയ്യുന്ന ആ ചുണ്ട് കറക്റ്റിലെ ആ ചുണ്ടിന് ഷെയ്ഡോടുകൂടി ചെയ്തപ്പോഴത്തേക്കാണ് ഒരു ജീവൻ വന്ന് നടക്കുന്നത്. നമ്മൾ എപ്പോഴായാലും ഒരു പ്ലെയിൻ പ്രതലത്തിൽ കളർ ചെയ്യുമ്പോൾ അതിന് ഒരു 3D എഫക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഷെയ്ഡിങ് തന്നെ വേണം. അതാത് കളറിൻ്റെ ഡാർക്ക് ആൻഡ് ലൈറ്റ് കൊടുക്കുന്നതാണ് ഈ ഷെയ്ഡിങ് എന്ന് പറയുന്നത്. ആ കൈക്കും അതുപോലെ തന്നെ നമ്മൾ പേപ്പറിൽ ചെയ്യുന്ന കണക്ക് തന്നെ ഡാർക്ക് ആൻഡ് ലൈറ്റ് ഷെയ്ഡ് ഇടുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ഇത് ആ ഒരു പ്രതലത്തിൽ നിന്ന് പതുക്കെ അത് 3D എഫക്റ്റോടുകൂടി അത് പൊങ്ങി വരും. കണ്ടില്ലേ, നമ്മൾ പ്ലെയിനായിട്ടേ തോന്നത്തില്ല. ആ മൂക്കിന് ചുറ്റും എന്ന് വെച്ചാൽ ചെറുതായിട്ട് നമ്മളൊരു ഡാർക്ക് ബ്ലൂ ലൈറ്റ് ബ്ലൂ കൊടുത്ത് ഡാർക്ക് ബ്ലൂവിൻ്റെ ഷെയ്ഡ് കൊടുത്ത്, പക്ഷേ നമ്മൾ പേപ്പറിൽ ഇടുന്ന അത്രയും ഒരു ഇതെനിക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അത് സെക്കൻഡ് ടൈം ആയതുകൊണ്ടെന്നല്ല, ആ ഒരു ഗ്ലാസിൻ്റെ ഇതാണ്. ഇനി ചെയ്ത് വരുമ്പോഴത്തേക്ക് കുറേ കൂടെ നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ഇനിയിപ്പം എന്ന് വെച്ചാൽ നമ്മൾ എവിടെയാണോ കളർ ആ ചേല അതായത് ആ ഡ്രസ്സിനുള്ള യെല്ലോ കളർ കൊടുത്ത് കണ്ടില്ലേ, മനോഹരമായിട്ട് വളരെ ഇമ്പമായിട്ട് തന്നെ തോന്നുന്നു. ആ ഫേസ് മുൻപേ നമ്മളങ്ങ് കളർ ചെയ്യുമ്പോൾ ആ ഫേസ് നോക്കി നമുക്ക് ചെയ്യാനൊരു പോസിറ്റിവിറ്റിയാണ്.
അതങ്ങനെയാണ്. നമ്മളൊരു ഫേസിൻ്റെ കറക്റ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫേസ് നോക്കി ബാക്കിയുള്ളത് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. അങ്ങനെയാണ് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അത് പോർട്രേറ്റ് ആയാലും മറ്റേത് ഫിഗറുകളായാലും. അപ്പം അത്രയും ഒരു സന്തോഷത്തോടെ നമുക്ക് ബാക്കിയെല്ലാം പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ആ ഒരു വെണ്ണയ്ക്ക് വൈറ്റ് കളറാണ്. എവിടെയൊക്കെയാണ് ഓർണമെൻറ്റ്സ് ഇടേണ്ടത് അവിടെയെല്ലാം യെല്ലോ കളറാണ് ഇട്ടിരിക്കുന്നത്. ഇത് ഞാൻ പിന്നെ ഡെക്കറേഷൻ, അതെനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടമുള്ളൊരു രീതിയാണ് ഡെക്കറേറ്റ് ചെയ്യണമെന്നുള്ളത്. അതനുസരിച്ചുള്ള സീക്വൻസും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇതിപ്പോൾ മൈപ്പീലിക്കും അതേപോലെ തന്നെ അക്ലിക് കളറാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, ആ ഒരു പ്ലെയിൻ ഗ്ലാസ്സിൽ തന്നെ ഉണ്ണിക്കണ്ണന് ഒരുപാട് ഇഷ്ടമാണ് ഉണ്ണിക്കണ്ണന്. ഗ്ലാസ്സിൽ തന്നെ ഇനി ബാക്ക്ഗ്രൗണ്ട് ഇടണമെന്ന് തന്നെ എനിക്ക് തോന്നിയില്ല. ഇതിത്രയും ചെയ്തപ്പോഴത്തേക്ക് തന്നെ കൃഷ്ണനെ എത്രത്തോളം നമുക്ക് പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റും അത്രത്തോളം നമ്മളത് എൻ്റെ ഒരു രീതിയാണ്. അത്രത്തോളം അത് ചെറിയ സ്പോട്ടുകൾ പോലും നമുക്കത് വളരെ സാവകാശം ഇരുന്നത് ഷെയ്ഡിട്ടെടുത്താൽ അത്രയും മനോഹരമായിരിക്കും. സമയക്കുറവ് കൊണ്ട് ഞാൻ കുറച്ച് രീതിയിൽ കുറച്ചും കൂടിയൊക്കെ ബെറ്ററാക്കി ചെയ്യാൻ പറ്റിയനായിരുന്നു. പക്ഷേ കണ്ണന് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ചിരി, ആ ഒരു മുഖത്ത് ആ ഒരു ചിരി വരുത്താൻ ഈ ഒരു ഗ്ലാസ് ആയതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു അതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. പക്ഷേ ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. നല്ല നീറ്റായിട്ട് തന്നെ ആ ഒരു ഔട്ട്ലൈൻ എല്ലാം എനിക്ക് ചെയ്തെടുക്കാൻ പറ്റി. ഒരു 3 പ്രാവശ്യം ഞാൻ ഈ ഒരു ലൈറ്റ് ബ്ലൂ കളർ അതിൽ വീണ്ടും പതുക്കെ സാവകാശത്തിൽ ഫ്ലാറ്റ് ബ്രഷ് കൊണ്ടാണ് ഒന്നും കൂടി അതിൻ്റെ മുകളിൽ റീകളർ ചെയ്ത് അത് ഉണങ്ങി എടുത്തു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. പക്ഷേ അത് ഓരോ കളറിങ് ചെയ്യുമ്പോഴും അത് നല്ല രീതിയിൽ ഡ്രൈ ആയതിന് ശേഷം വേണം വീണ്ടും അത് ഒന്നും കൂടി കളർ ചെയ്തെടുക്കാൻ. ഇനി ഇതിലെല്ലാം സീക്വൻസ് എന്ന ഒരു പ്രത്യേകതരം സീക്വൻസ് തന്നെയാണ്. ചെറിയ ഡോട്ട്സോട് കൂടിയുള്ള സീക്വൻസ്, അതാ കുറേ നാളത് നിൽക്കുകയും ചെയ്യും. നമ്മൾ പേപ്പർ പ്രോജക്റ്റിനുള്ള സീക്വൻസ് അല്ല ഇത് ഡ്രസ്സുകളിലോ സാരികളിലോ ഒക്കെ ഒട്ടിക്കത്തക്ക വിധത്തിലുള്ള സീക്വൻസാണ്. കണ്ടില്ല, ഒരു പ്രത്യേക തരമാണ്. അത് കുറേ നാളെ അതിൻ്റെ ഒരു ഗ്ലിറ്റർ നിൽക്കുക കണ്ടില്ല, മനോഹരമായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റി. ഇനി അതിന് ബാക്ക്ഗ്രൗണ്ട് വേണോ വേണ്ടതെന്ന് ഞാൻ ആലോചിച്ചു. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് ഇട്ടപ്പം കുറച്ചും കൂടി നല്ല ഭംഗിയോടുകൂടി ചെയ്തെടുക്കാൻ പറ്റി. ഇനി അത് ആദ്യമേ ഈ പിങ്ക് ഇടുന്നതിന് മുന്നേ തന്നെ ഞാൻ വൈറ്റ് കൊണ്ട് സ്പോഞ്ച് വെച്ചാണ് ചെയ്തത്. ആ ഒരു സ്പോഞ്ച് ഇട്ട് കഴിഞ്ഞപ്പം വളരെ മനോഹരമായിട്ടുള്ളൊരു ബോട്ടിൽ ആർട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റി. നല്ല കുഞ്ഞു ഉണ്ണിക്കണ്ണനെ തന്നെ നമുക്ക് മനോഹരമാക്കി എടുക്കാൻ പറ്റും.